Hi, I am Raji Bhaskar, fashion photographer. Can you tell me a story that I don't know? Can you show me a picture that I haven't seen before? Can you do one thing for me? Just let me go. Can you tell me a story that I don't know? Can you show me a picture that I haven't seen before? Can you do one thing for me? Just let me go. Just let me go. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ നിന്ന് കളർ ഫോട്ടോഗ്രാഫിയിലേക്കും കളർ ഫോട്ടോഗ്രാഫിയിൽ നിന്ന് അതിൻ്റെ ഡിജിറ്റലിൻ്റെ റെവല്യൂഷനും എല്ലാം കാണാനും പരിചയിക്കാനും ഒക്കെ ഭാഗ്യമുണ്ടായ ഒരാളാണ്. അഡ്വർടൈസിങ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ അതിൽ പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി ഉണ്ട്, ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി ഉണ്ട്, ആർക്കിടെക്ട് ഫോട്ടോഗ്രാഫി ഉണ്ട്, ഫാഷൻ ഫോട്ടോഗ്രാഫി ഉണ്ട്, ഫുഡ് ഫോട്ടോഗ്രാഫി ഉണ്ട്. എല്ലാം കൂടിയാണ് നമ്മൾ അഡ്വർടൈസിങ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അഡ്വർടൈസിങ് ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ എനിക്ക് ഒരു ഭാഗ്യമുണ്ടായത് എല്ലാത്തരം ക്ലയൻറ്റുമായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ വളരെ നല്ല അനുഭവങ്ങളുണ്ടായത് ആക്ടർ വിജയിൻ്റെ ഷൂട്ട് എടുത്തതാണ്. ഈയിടെ ജോസ് ആലക്കാസിന് വേണ്ടിയിട്ടുള്ള എടുത്ത വിജയിൻ്റെ ഷൂട്ട്. പിന്നെ ലുലു സെലിബ്രിറ്റിന് വേണ്ടിയിട്ടുള്ള ഷൂട്ട്സ് ഇപ്പോൾ ഈയിടെ ഹോർഡിങ്സ് എല്ലാം വന്നിട്ടുണ്ട്. കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ സെലിബ്രിറ്റീസുമായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സെലിബ്രിറ്റി ഫാഷൻ ഫോട്ടോഗ്രാഫർ ആകാൻ കഴിഞ്ഞു. പിന്നെ വെഡ്ഡിങ് ക്ലയൻസിൽ നമ്മൾ ആക്ട്രസ് മമത, ആക്ടർ ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ മോൻ്റെ വികാലാൻ്റെ മോന് മിഥുൻ്റെ വെഡ്ഡിങ്, കൊച്ചസം ചില്ലപ്പിള്ളിയുടെ മോൻ്റെ വെഡ്ഡിങ്, ഒപ്പം ഗിരിപ്പായ് ജ്വല്ലറി, അങ്ങനെയുള്ള കുറേ മേജർ ക്ലയൻസുമായിട്ടും ഇൻട്രാക്ട് ചെയ്യാനും അവരുമായിട്ടുള്ള നല്ലൊരു സൗഹൃദം സ്ഥാപിക്കാനും സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയുടെ ഒരു മാറ്റം വാക്കുകൾക്ക് അതീതമായിരുന്നു. കാരണം ഞാൻ ഫോട്ടോഗ്രാഫി തുടങ്ങിയ കാലഘട്ടത്തിൽ കൺവെൻഷണൽ ആയിട്ടുള്ള വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ആയിരുന്നു എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കപ്പിളിനെ മാലയൊക്കെ ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ പിടിച്ച് നിർത്തിയിട്ട് ഫോട്ടോഗ്രാഫർ ഒരു 3 പടം മാക്സിമം എടുക്കുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോഴത്തെ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി വന്നപ്പോൾ ഉണ്ടായ മാറ്റമെന്ന് പറഞ്ഞാൽ കാതലായൊരു മാറ്റമായിരുന്നു. കാരണം അതിൽ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് വെഡ്ഡിങ് എന്ന് പറഞ്ഞൊരു ഷൂട്ട്. ഞാനൊരു ഫാഷൻ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് പോസ്റ്റ് വെഡ്ഡിങ്ങിൻ്റെ ഒരു പുതിയ ട്രെൻഡ് കേരളത്തിൽ കൊണ്ടുവരാൻ എനിക്ക് പറ്റി. കാരണം നമ്മൾ ഫാഷൻ ഫോട്ടോഗ്രാഫിയും അഡ്വർടൈസിങ് ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇവിടുത്തെ ഏറ്റവും നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റിനെ, ഏറ്റവും നല്ല സ്റ്റൈലിസ്റ്റിനെ, ഏറ്റവും നല്ല ഡിസൈനറെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യിച്ച് നമ്മളൊരു മോഡലിംഗ് ഷൂട്ട് ചെയ്യുന്ന അത്ര സീരിയസ് ആയിട്ടായിരുന്നു പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. I just swear that I'll always be there. I'd give anything and everything, and I will always care. Through weakness and strength, happiness and sorrow, for better, for worse, I will love you with every beat of my heart.
സാധാരണ പണ്ട് ഏതെങ്കിലും ഒരു ബീച്ചിൽ കൊണ്ട് ഔട്ട്ഡോർ പടം എടുക്കുക എന്നുള്ള ആ ഒരു കൺവെൻഷണൽ പോസ്റ്റ് വെഡിങ് ഷൂട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ ഇൻക്ലൂഡിങ് ഫോറിൻ കൺട്രീസിൽ പോവുക, അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ റമദ, കോവളം ലീല, ബോൾഗാട്ടി പോലുള്ള സ്ഥലങ്ങളിൽ പോയി താമസിച്ച് അവിടുത്തെ ആംബിയൻസിനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് വളരെ നല്ല പിക്ചേഴ്സ് എടുക്കുകയും ഒപ്പം തന്നെ ഈ മോഡലിങ്ങിന് ഉപയോഗിക്കുന്ന അതേ മേക്കപ്പ് സ്ട്രാറ്റജിയും അതേ സ്റ്റൈലിസ്റ്റിനെയും ഡിസൈനറെയൊക്കെ ഉപയോഗിച്ച് അവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നല്ല തീം വൈസ് ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്യാറുണ്ട്. അതുതന്നെയായിരുന്നു വെഡിങ് ഫോട്ടോഗ്രാഫിയിലെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ. Inside my cup, if I wake and you're here still, give me a kiss. I was sleeping, was dreaming about your lips. Don't wake me up, 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 up. Don't wake me up, 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 up. Don't wake me up, 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 up. Don't wake me up, don't wake me. കാൻഡിഡ് ഫോട്ടോഗ്രാഫിയിൽ എല്ലാവരും പറയുന്നത് നമ്മളറിയാതെ എടുക്കുന്ന നല്ല മൊമെൻറ്റ്സ്, ക്യാപ്ചർ ദ ഡിസൈസീവ് മൊമെൻ്റ് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയിൽ ഒരു തിയറി തന്നെയാണ്. നിർണായക നിമിഷങ്ങൾ ഒപ്പിയെടുക്കുക. കാൻഡിഡ് ഫോട്ടോഗ്രാഫിയിൽ ചെയ്യുന്ന അത് തന്നെയാണ് ആക്ച്വലി. എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ കാൻഡിഡ് കാണാനാണ് ആക്ച്വലി ഇഷ്ടം. നമ്മളുടെ സ്വന്തം പടം എപ്പോഴും നന്നായിട്ടിരിക്കണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും, പ്രത്യേകിച്ച് മലയാളികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കാൻഡിഡ് ഫോട്ടോഗ്രാഫിയിൽ നമ്മളൊരു 100 പടം എടുത്താൽ അതിൽ നിന്ന് 1-2 പടം മാത്രമേ ആക്ച്വലി കസ്റ്റമർ സെലക്ട് ചെയ്യാറുള്ളൂ. പിന്നെ ചിലർക്കുണ്ട് ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും പ്രൊഫഷണലായിട്ടൊരു ഫോട്ടോഗ്രാഫർ മുമ്പിൽ പോസ് ചെയ്യാനുള്ള ഇൻഹിബിഷൻ എന്ന് പറയും. അവർക്ക് ഇപ്പം നമ്മൾ ആക്ട്രസ് ഒന്നും അല്ല, ഞങ്ങൾ വെറും നോർമൽ കപ്പിളല്ലേ, ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്യാനൊന്നും വയ്യ എന്ന് പറയുന്നവർക്ക് കാൻഡിഡ് ഫോട്ടോഗ്രാഫി ചിലപ്പോൾ ഗുണം ചെയ്യാറുണ്ട്. വെഡിങ് ഫോട്ടോഗ്രാഫിയിലെ കൺവെൻഷണൽ ഫോട്ടോഗ്രാഫിയിൽ നിന്നും പുതിയ ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ ഉണ്ടായ പ്രധാന മാറ്റം എന്ന് പറഞ്ഞാൽ എക്യുപ്മെൻറ്റിലുണ്ടായ മാറ്റമാണ്. കാരണം വളരെ എക്സ്പെൻസീവായ എക്യുപ്മെൻ്റാണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ടെക്നോളജി വർദ്ധിച്ചപ്പോഴത്തേക്കും ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഇമേജസ് കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാൻഡിഡ് ഫോട്ടോഗ്രാഫിയിലേക്കും അതിൽ നിന്ന് ഏറ്റവും ആധുനിക ഉപകരണമായ ഡ്രോണിലേക്കും ലൈവ് പ്രിൻറ്റിങ്ങിലേക്കും ലൈവ് ടെലികാസ്റ്റിലേക്കൊക്കെ വെഡിങ് ഫോട്ടോഗ്രാഫി വന്നു. അമേരിക്കയിലിരിക്കുന്ന ഒരാൾക്ക് നമ്മളുടെ ഇവിടുത്തെ വെഡിങ് അപ്പോൾ തന്നെ കാണാനുള്ള സൗകര്യങ്ങൾ വരെ ഇപ്പോൾ ഒരുക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ വെഡിങ് ഫോട്ടോഗ്രാഫിയിലുണ്ടായ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ടെക്നോളജി വളരെ വേഗമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര പൈസ വെഡിങ് ഫോട്ടോഗ്രാഫിക്ക് വരുന്നു എന്നുള്ള ഉത്തരം ഇതിൽ നിന്ന് തന്നെ ഉണ്ട്. കാരണം എക്യുപ്മെൻറ്റിന് നമ്മൾ ചിലവാക്കുന്ന തുക വളരെ വലുതാണിപ്പോൾ. സ്വാഭാവികമായും എക്യുപ്മെൻറ്റിന് അത്രയും നമ്മൾ തുക ചിലവാക്കുമ്പോൾ നമ്മളത് ചാർജ് ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റില്ല. പിന്നെ വെഡിങ്ങിൻ്റെ പഴയ കൺവെൻഷണൽ പ്രിൻറ്റിങ് ആൽബത്തിൽ നിന്ന് ഡിജിറ്റൽ 100 വർഷം പഴക്കമുള്ള വളരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള പ്രിൻറ്റിങ്ങിലുണ്ടായ മാറ്റങ്ങൾ, പ്രിൻറ്റിങ് കോസ്റ്റിലുണ്ടായ മാറ്റങ്ങളെല്ലാം കേരളത്തിൽ 500ഓളം കളർ ലാബുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ പൂട്ടി 40 കളർ ലാബിലേക്ക് ചുരുങ്ങി. കാരണം പ്രിൻറ്റിങ് ലാബുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 40 ലക്ഷം 50 ലക്ഷത്തിൽ നിന്ന് മാറി 4 കോടിയിൽ നിന്ന് 5 കോടിയിലേക്ക് മാറി. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു സാമ്പത്തിക വികേന്ദ്രീകരണമാണ് ഒരു വെഡ്ഡിങ് സെക്ടറിൽ നടക്കുന്നത്.
പുതുതായിട്ട് ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്ന ഒരാളോട് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാപ്ചർ ദ ഡിസൈസീവ് മൊമെൻറ്റ്. നിർണായക നിമിഷങ്ങൾ ഒപ്പിയെടുക്കുമ്പോൾ ലൈറ്റിനെക്കുറിച്ചും ഷാഡോയെക്കുറിച്ചുമുള്ള ഒരു അവബോധം. എ പിക്ചർ ഡ്രോൺ ബൈ ഗുഡ് ലൈറ്റ് ആൻഡ് ഷാഡോ, ദാറ്റ് ഈസ് എ ഗുഡ് ഫോട്ടോഗ്രാഫ്. നിഴലും വെളിച്ചവും സമന്വയിപ്പിക്കുന്ന നല്ലൊരു ചിത്രമാണ് നല്ലൊരു ഫോട്ടോഗ്രാഫ്. ഫോട്ടോഗ്രാഫി ടെക്നിക്കലായിട്ടും കുറച്ച് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ കോമ്പറ്റ് ചെയ്യേണ്ടത്, പണ്ട് ഞാനൊക്കെ ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നപ്പോൾ 5000 പേരായിരുന്നെങ്കിൽ ഇപ്പോൾ 50,000 പേരുണ്ട്. അപ്പോൾ നിങ്ങൾ കോമ്പറ്റ് ചെയ്യുന്നത് 50,000 പേരോടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളോടൊപ്പം ഓടാൻ ഒത്തിരി ആൾക്കാരുണ്ട്. അതിവേഗം ഓടാനായിട്ട് ശ്രമിക്കുക. വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിൽ എൻ്റെ ഒരു അപ്രോച്ച് കുറച്ച് വ്യത്യസ്തമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാനൊരു ക്ലയൻറ്റുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ ആയിരിക്കില്ല എൻ്റെ സിറ്റിങ്. നമ്മൾക്ക് നമ്മളുടേതായ കുറേ സജഷൻസ് ഉണ്ട്, നമ്മുടെ ഒരു ബഡ്ജറ്റുണ്ട്. അപ്പോൾ അതുമായിട്ടെല്ലാം മാച്ചായെങ്കിൽ മാത്രമേ നമുക്കൊരു വെഡ്ഡിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഒപ്പം തന്നെ നമ്മൾ അവരുടെ ഫോട്ടോഗ്രാഫും അവരുടെ ആൽബങ്ങളും നന്നാക്കാൻ വേണ്ടിയുള്ള നല്ല സജഷൻസാണ് നമ്മൾ വയ്ക്കുന്നത്. മിക്കവാറും എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ മാത്രമേ നമ്മൾ പലപ്പോഴുമായിട്ടും ചെയ്യാൻ പറ്റാതിരിക്കാറുള്ളൂ. എങ്കിലും വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് പോലെ കപ്പിൾസിനെ മാക്സിമം കംഫർട്ടബിൾ ആക്കുക. അവരെ ആ ദിവസം ഒരുപാട് ടെൻഷനിലേക്കും അങ്ങോട്ട് നിർത്തി ഇങ്ങോട്ട് നിർത്തി പോസ് ചെയ്യിച്ച് വിഷമിപ്പിക്കാതിരിക്കുക. അതെല്ലാ നല്ല പടങ്ങളും നമുക്ക് പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടിൽ വളരെ കംഫർട്ടബിളായിട്ട് പീസ് ഓഫ് മൈൻഡോടുകൂടി ഓരോ പടങ്ങളെടുത്തും അവരെ കാണിച്ച് കംഫർട്ടബിളാക്കി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനൊരു വേ ഓഫ് ഇതാണ് എൻ്റെത് പേഴ്സണലി എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ ഏറ്റവും ടോപ്പ് ഫോട്ടോഗ്രാഫറായ അനിൽകുമാർ സാറിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്തുകൊണ്ടാവാം അദ്ദേഹം വളരെ എക്വിപ്ഡ് ആയിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫറായിരുന്നു. ഇപ്പോൾ ഫോട്ടോഗ്രാഫി തുടങ്ങിയ കാലം മുതൽ എനിക്കൊരു ഇപ്പോൾ ബൈക്ക് വാങ്ങിക്കാനോ കാറ് വാങ്ങിക്കാനോ വീട് വയ്ക്കാനോ എന്നതിനേക്കാൾ ഉപരി എക്വിപ്മെൻറ്റ് വാങ്ങിക്കാനുള്ളൊരു ക്രൈസ് ആദ്യം മുതൽ എൻ്റെ ഉണ്ടായിരുന്നു. അത് പക്ഷേ എൻ്റെ കരിയറിന് ഒത്തിരി ഗുണം ചെയ്തു. എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും, ഏറ്റവും നല്ല എക്വിപ്മെൻ്റ് ഉള്ളൊരു ഫോട്ടോഗ്രാഫറാണ് കേരളത്തിൽ ഇപ്പോൾ ഞാനെന്ന് വേണേൽ പറയാം. കാരണം വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിൽ ആരും മീഡിയം ഫോമാറ്റ് വെച്ചിട്ട് വെഡ്ഡിങ് ചെയ്യുന്നില്ല. പിന്നെ ലൈറ്റ്സ് ആണെങ്കിലും ഞാൻ ബ്രോങ്കളർ ലൈറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ബ്രോങ്കളർ ലൈറ്റ്സ് കേരളത്തിൽ ആകെ 1, 2, 3 പേർക്കേ ഇവിടെ ഉള്ളൂ. പിന്നെ നിക്കോണിൻ്റെ ഒരു ഹൈ എൻഡ് ക്യാമറയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആക്ച്വലി ഞാൻ കാനൺ കമ്പനിയുടെ ഒഫീഷ്യൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കാനണിൽ നിന്ന് ഞാൻ നിക്കോണിലേക്ക് സ്വിച്ച് ചെയ്തു. നിക്കോണിൻ്റെ എല്ലാ ലെൻസും ഏകദേശം ഒരു 13 ലെൻസോളം എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു ഭാഗ്യമാണ്. കാരണം അതുകൊണ്ട് നമ്മളുടെ ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാറില്ല.